മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ താരം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഇളയ മകനായ മാധവ് സുരേഷിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. തുടക്കക്കാരനെങ്കിലും സോഷ്യൽ മീഡിയയുടെ കടുത്ത വിമർശനങ്ങളും ട്രോളുകളും മാധവിന് നേരിടേണ്ടി വരുന്നുണ്ട്. മാധവ് നായകനായ ഏറ്റവും പുതിയ ചിത്രം അംഗം അട്ടഹാസം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയിരുന്നു. മാധവിന്റെ ഉപരിപഠനം ലണ്ടനിലായിരുന്നു. പഠനം കഴിഞ്ഞ് തിരികെ എത്തിയ ശേഷമാണ് മാധവ് സിനിമയിൽ അരങ്ങേറിയത്. ഇപ്പോഴിതാ 4 വർഷക്കാലത്തെ UK ജീവിതം തന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് പറയുകയാണ് മാധവ് സുരേഷ്. വിഷാദരോഗം തന്നെ അലട്ടിയിരുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരപുത്രൻ വെളിപ്പെടുത്തി. വിദേശ പഠനകാലത്ത് താൻ ക്ലിനിക്കൽ ഡിപ്രഷനിലായിരുന്നുവെന്നാണ് മാധവ് തുറന്നു പറഞ്ഞത്. അക്കാലത്ത് തനിക്ക് പണം തന്ന തന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അച്ഛൻ തന്നെ ആയിരുന്നുവെന്നും ബെഡിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ മാധവ് സുരേഷ് അന്ന് നല്ല ജീവിത സാഹചര്യവും 3 നേരം ഭക്ഷണവും എന്ത് സഹായത്തിനുമായി മാതാപിതാക്കളും കൂടെ ഉണ്ടായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ഒരുപാട് ട്രാവലിംഗ് നടത്തിയിട്ടില്ല. ലണ്ടനിൽ പഠിച്ചിരുന്ന സമയത്ത് ബാത്ത് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് പോയത്. ട്രെയിനിൽ പോയി രാത്രി മുഴുവൻ ആ പ്രദേശം കറങ്ങി നടന്ന് കണ്ട് പിറ്റേ ദിവസം തിരിച്ചു വന്നു. സ്കോട്ട്ലാൻഡിലൊന്നും പോയിട്ടില്ല. 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എവിടെയും ഞാൻ യാത്ര പോകാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയാൽ ട്രോള് എത്തിവെക്കുന്നത് പോലെയാകും. മെന്റൽ ഹെൽത്ത് എന്നത് റിയലായ ഒന്നാണ്. നല്ല ജീവിത സാഹചര്യമുള്ളയാളും ഡിപ്രഷനിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോയ ഒരാളാണ് ഞാൻ. ക്ലിനിക്കലി വിഷാദ രോഗം എന്നിൽ കണ്ടെത്തിയിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നും മാധവ് സുരേഷ് പറഞ്ഞു. ഒരു പരിധിയിൽ കൂടുതൽ സെൽഫ് റെസ്പെക്ട് കളഞ്ഞു നിൽക്കുകയും നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരം നമ്മളെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും കളിയാക്കാൻ തോന്നും. പക്ഷേ സത്യം പറയട്ടെ, മാനസികാരോഗ്യം എന്നത് സത്യമാണ്. 4 വർഷം ഞാൻ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അച്ഛൻ തന്നെയാണ്. അല്ലാതെ അച്ഛൻ പണം തരാതെ ഇരുന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ പുറത്തിറങ്ങി പോകാനോ സ്ഥലങ്ങൾ കാണാനോ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ബെഡിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. റോബോട്ടിക് ലൈഫ് പോലെയാകും ആ സമയത്ത് ജീവിതം. അന്ന് നല്ല ജീവിത സാഹചര്യവും 3 നേരം ഭക്ഷണവും എന്ത് സഹായത്തിനുമായി മാതാപിതാക്കളും എല്ലാം എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രശ്നങ്ങളല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും എനിക്കറിയാം. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നുവെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി. അനുജന് വേണ്ടി സിനിമാ ആസ്വാദകരോട് അഭ്യർത്ഥനയുമായും ഭാഗ്യ എത്തിയിരുന്നു. അംഗം അട്ടഹാസത്തിന് വേണ്ടി മാധവ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അവനെ കളിയാക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അറിയാം. ഒത്തിരി പേരുടെ കഠിന പ്രയത്നമാണ് ഒരു സിനിമ. അതുകൊണ്ട് സിനിമ ആരും കാണാതിരിക്കരുത്. എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. എനിക്ക് സിനിമയും മാധവിന്റെയും പ്രകടനവും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് ഭാഗ്യ സുരേഷ് ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഗുണ്ടാപ്പകയുടെ കഥ പറയുന്ന ചിത്രമാണ് അംഗം അട്ടഹാസം. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, മക്ബൂൽ സൽമാൻ, നന്ദു, അന്നാരാജൻ എന്നിവർക്കൊപ്പം പുതുമുഖ നായിക അംബികയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സുജിത് S. നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് സംവിധായകനും നിർമ്മാതാവ് അനിൽകുമാർ ജിയും ചേർന്നാണ്. അലൻസിയർ, ഷാബു, MA നിഷാദ്, സിബി തോമസ്, നോബി മാർക്കോസ് എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽകുമാർ ജിയും സാമുവൽ മത്തായിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശിവൻ S. സംഗീതാണ്. തന്റെ അച്ഛന്റെ രാഷ്ട്രീയത്തോട് വിരോധമുള്ളവരുടെ വെറുപ്പ് തനിക്കെതിരെ വരുന്നുണ്ടെന്ന് മുൻപൊരു അഭിമുഖത്തിൽ മാധവ് പറഞ്ഞിരുന്നു. അവർ എന്റെ അഭിനയത്തെ അല്ല കുറ്റം പറയുന്നത്. എന്റെ അച്ഛന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ് വെറുതെ എന്റെ കുടുംബത്തിൽ കയറി തെറി വിളിക്കും. അതെന്നെ വേദനിപ്പിക്കുന്നില്ല. നെഗറ്റീവ് കമന്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കും. എവിടെ നിന്നാണ് ഹേറ്റ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വീട്ടിൽ അമ്മയാണ് ഞങ്ങളെക്കാൾ ശക്ത. ഞങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക് ലൈംലൈറ്റിൽ നിന്ന് ഹേറ്റ് കൂടുന്നത് കാണുന്നത് ഒരു അമ്മയാണ്, ഭാര്യയാണ്. പക്ഷേ ആ വേദന മാറ്റിവെച്ച് ഞങ്ങളുടെ വേദന മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നുവെന്നും മാധവ് സുരേഷ് പറഞ്ഞിരുന്നു. അച്ഛന്റെ പേര് കൊണ്ട് സിനിമയിലെത്തി. പക്ഷെ എനിക്ക് വേണ്ടിയും ചേട്ടന് വേണ്ടിയും ഒരു ഫോൺ കോൾ പോലും അച്ഛൻ ചെയ്യില്ല. വേറൊരാൾക്ക് വേണ്ടി ചെയ്യും. അദ്ദേഹം അങ്ങനെയാണ്. ഞങ്ങൾക്കതിൽ പ്രശ്നമില്ലെന്നും മാധവ് സുരേഷ് പറഞ്ഞിരുന്നു. സ്വന്തം നിലയിൽ കരിയറിലും ജീവിതത്തിലും അറിയുന്ന ആളാണ് മാധവ് സുരേഷ്. അച്ഛനുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് പണിയെടുക്കണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടി മുൻപൊരിക്കൽ മാധവ് പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിനാണ്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനാണ്. അത് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും.
അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ബിൽഡ് ചെയ്യണമെന്നും മാധവ് സുരേഷ് അന്ന് പറഞ്ഞു. കരിയറിൽ തൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുകയാണ് മാധവിന്റെ അഭിനയത്തെയാണ് യൂട്യൂബർമാരിൽ ഒരു വിഭാഗം കളിയാക്കുന്നത്. ഇതിനെതിരെ മാധവിനെ പിന്തുണച്ചുകൊണ്ട് സംവിധായകനും നടനുമായ സാജിദ് ഏഹിയ രംഗത്തെത്തിയിരുന്നു. അംഗമട്ടഹാസം പുറത്തിറങ്ങിയതിന് പിന്നാലെ ധാരാളം പോപ്പപ്പ് വീഡിയോകളും ഓൺലൈനിൽ നെഗറ്റിവിറ്റിയും കാണുന്നുവെന്നും മാധവിനെ നിരന്തരം ലക്ഷ്യമിടുന്ന യൂട്യൂബ് വരുമാനത്തിൽ ജീവിക്കുന്ന റിവ്യൂവർമാരെയും കാണുന്നുണ്ടെന്നും സാജിദ് പറഞ്ഞു. സിനിമ എപ്പോഴും വ്യക്തിപരമാണ്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിവ് തെളിയിക്കാൻ മാധവിന് അല്പം സമയം നൽകണമെന്നാണ്. 23 വയസ്സുള്ള ഒരു യുവനടനെ ഏറ്റവും മോശമായ രീതിയിൽ ഉന്നമിടുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും സാജിദ് ഏഹിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സിനിമയോടും സ്വന്തം കരിയറിനോടും വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം സ്വാഭാവികമായി പെരുമാറുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സിനിമാ മേഖലയിലെ പലരെയും പോലെ അദ്ദേഹം അഭിമുഖങ്ങളിൽ അഭിനയിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണോ അതുപോലെ നിഷ്കളങ്കനായി അദ്ദേഹം കാണപ്പെടുന്നു. അദ്ദേഹത്തിന് ഇടം കൊടുക്കൂ, പിന്തുണയ്ക്കൂ, അദ്ദേഹത്തെ വളരാൻ അനുവദിക്കൂ. പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് ശക്തനായി തിരിച്ചു വരട്ടെ. അങ്ങനെയാണ് ഓരോ നല്ല നടനും ഉണ്ടാവുന്നത്. ആരും ഒറ്റ രാത്രി കൊണ്ട് ഇതിഹാസങ്ങളൊന്നും ആവുന്നില്ല. മാധവ് ആ ഊർജവും സത്യസന്ധതയും നിലനിർത്തും. എപ്പോഴും ആ തീ ഉള്ളിൽ നിലനിർത്തും. സിനിമ എപ്പോഴും ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കും. യഥാർത്ഥ വ്യക്തിത്വമുള്ളവർ എപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറും എന്നാണ് സാജിദ് ഏഹിയ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.